ആദ്യത്തെ ചോദ്യം ഇതാണ്: യേശു അതികാലത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ടു ചെന്ന് പ്രാർത്ഥിച്ചത് എവിടെയാണ്? ഉത്തരം ഇതാണ്: നിർജ്ജന പ്രദേശത്ത്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി തൊട്ടത് ആരെയാണ്? ഉത്തരം: കുഷ്ഠരോഗിയെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നവർ ആരാണ്? ഉത്തരം ഇതാണ്: ശാസ്ത്രിമാർ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഉപവസിക്കുന്നത് പതിവായിരുന്നവർ ആരാണ്? ഉത്തരം: യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ആര് നിമിത്തമാണ് ശബ്ബത്ത് ഉണ്ടായത്? ഉത്തരം: മനുഷ്യൻ നിമിത്തം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: മർക്കോസ് സുവിശേഷത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പഴയ നിയമ പ്രവാചകൻ ആരാണ്? ഉത്തരം: യെശയ്യാവ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: മർക്കോസ് സുവിശേഷത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന മൃഗം ഏതാണ്? ഉത്തരം: ഒട്ടകം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: എവിടെ നിന്നാണ് വലിയൊരു പുരുഷാരം യേശുവിനെ അനുഗമിച്ചത്? ഉത്തരം: ഗലീലയിൽ നിന്ന്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം: യേശുവിനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നവർ ആരാണ്? ഉത്തരം: ബാധകൾ ഉള്ളവർ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം: യേശുവിന് ബുദ്ധിഭ്രമമുണ്ടെന്ന് പറഞ്ഞവർ ആരാണ്? ഉത്തരം: ചാർച്ചക്കാർ, അതായത് യേശുവിൻ്റെ ചാർച്ചക്കാർ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യം. അടുത്ത ചോദ്യം: ശിഷ്യന്മാർ രോഗികളെ സൗഖ്യമാക്കിയത് എങ്ങനെയാണ്? ഉത്തരം: എണ്ണ തേച്ച്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം: അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള സ്ത്രീയുടെ ജാതി ഏതാണ്? ഉത്തരം: സുറഫോയിക്ക ജാതി. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 25-26 വാക്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകുന്നവൻ ആരാണ്? ഉത്തരം: പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവൻ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ആരെയാണ്? ഉത്തരം: അശുദ്ധാത്മാവുള്ള മനുഷ്യനെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 2-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ എന്ന് യേശു ആരെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്? ഉത്തരം: ചുറ്റിലും ഇരുന്നവരെ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 33-34 വാക്യങ്ങൾ. അടുത്ത ചോദ്യം:
യഫഥ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം തുറന്നു വരിക. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 34-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഖുർബാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വഴിപാട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, തബീഥ കൂമി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ബാലെ, എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പള്ളിപ്രമാണിയുടെ വീട്ടിൽ യേശുവിനോട് കൂടെ പോയ ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? ഉത്തരം പത്രോസും യാക്കോബും യോഹന്നാനും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യേശു കൈ നീട്ടുക എന്ന് പറഞ്ഞത് ആരോടായിരുന്നു? ഉത്തരം വരണ്ട കൈയുള്ള മനുഷ്യനോട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1-5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, വിക്കനായ ഒരു ചെകിടനെ സൗഖ്യമാക്കിയിട്ട് യേശു അവനോട് പറഞ്ഞത് എന്താണ്? ഉത്തരം ഇത് ആരോടും പറയരുതെന്ന്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ചോദ്യം, തച്ചൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം യേശുവിനെ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എന്താണ് മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടത്? ഉത്തരം സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, എല്ലായ്പ്പോഴും അടുക്കലുള്ളവർ ആരാണ്? ഉത്തരം ദരിദ്രർ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം പ്രകാശം കൊടുക്കാതിരിക്കുന്ന ഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യേശു ഉത്തരം പറയായികയാൽ ആശ്ചര്യപ്പെട്ടവൻ ആരാണ്? ഉത്തരം പീലാത്തോസ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പീലാത്തോസ് ആർക്ക് എന്തു വരുത്തുവാൻ ഇച്ഛിച്ചാണ് ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്ത് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചത്? ഉത്തരം പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എപ്പോഴാണ് യേശു എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബത്കാനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചത്? ഉത്തരം 9-ാം മണി നേരത്ത്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 34-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദീപം, ചെടിയുടെ ഒരു ഭാഗം, ഇവ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം വിളക്ക് തണ്ട്. ദീപം, വിളക്ക്, ചെടിയുടെ ഭാഗം, തണ്ട്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സഞ്ചി, ഭാണ്ഡം, ഇതിന് പറയുന്ന പേര് ഇതിൽ പറഞ്ഞിരിക്കുന്നു, അത്
ഏതാണ്? ഉത്തരം പൊക്കണം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം നമ്മുടെ ഈ ബൈബിൾ ക്വിസിൻ്റെ അവസാനത്തെ ചോദ്യമാണ്. അവസരം, സൗകര്യം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദം. ഏതാണ് ആ പദം? ഉത്തരം തരം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ, തിരുവനന്തപുരം. സിയോൺ സഞ്ചാരി ആത്മീയ കൂട്ടായ്മയിലെ ഒരു ആക്റ്റീവ് മെമ്പർ കൂടിയാണ് ഷീബ സിസ്റ്റർ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.